ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഈ പുഴയും കടന്ന സീരിയലിലെ അരവിന്ദൻ്റെയും മക്കളുടെയും വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു കഥ കേൾക്കാം. അങ്ങനെ നമ്മുടെ ഗംഗയും കൂട്ടിക്കൊണ്ട് വിനീത് തിരുവനന്തപുരത്തേക്ക് ഒരു യാത്ര പോവുകയാണ്. അത് വിനീതും ഗംഗ ഒറ്റയ്ക്കല്ല, കൂടെ സലീമിക്കായും ബേബിച്ചേട്ടനും എല്ലാവരും കൂടെ കൂട്ടിക്കൊണ്ടാണ് ടൂർ പോകുന്നത്. തിരുവനന്തപുരത്ത് അവർ ടൗണിൽ ആദ്യമായിട്ടാണ് എല്ലാവരും പുഷ്പവാടിയിൽ നിന്ന് ടൗണിലോട്ടൊരു ടൂർ പോകുന്നത്. പക്ഷേ ഗംഗ ആഗ്രഹിക്കുന്നത് വിനീതുമായി ഒറ്റയ്ക്കൊരു യാത്ര പോകണമെന്നായിരുന്നു. പക്ഷേ വളരെ വ്യത്യസ്തമായ രീതിയിൽ എല്ലാവരും കൂടി ചേർത്താണ് യാത്ര പോകുന്നത്. യാത്ര പോയി അവർ നേരെ പോകുന്നത് ബീച്ചിലോട്ടാണ്. ബീച്ചിൽ നിന്നതും ഗംഗ കുറച്ച് സ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. മോഡേൺ ഡ്രസ്സൊക്കെ ആയിട്ട് വിനീതിൻ്റെ കൂടെ ഒരു ഡാൻസ് ചെയ്യുന്ന ആ ഒരു ഇതിലൊക്കെ സ്വപ്നങ്ങളൊക്കെ ഗംഗ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റാണ് വിനീതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ബീച്ചിൽ കൊണ്ട് ഗംഗയെ നിർത്തിയിട്ട് വിനീത് ബേബിച്ചേട്ടനും സലീമൊക്കെ ആയിട്ട് ബീച്ചിൽ പോയി കിടന്നങ്ങ് തിരമാലകളിലൂടെ കിടന്ന് എൻജോയ് ചെയ്യാണ്. ആ സമയത്ത് ഗംഗ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഗംഗയെ വിനീത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഫ്രണ്ട്സുമായിട്ട് കിടന്ന് എൻജോയ് ചെയ്യാണ്. അത് ഗംഗയ്ക്ക് നല്ലോണം തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞതിന് ശേഷം വിനീത് ഒരു പമ്പരമൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ കൂടെ തന്നെ കുറേ ഐസ്ക്രീമും ഒക്കെ മേടിച്ചുകൊണ്ട് വിനീതും ഗംഗയായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. ഇത് കാണുന്നതും ഗംഗയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. ഗംഗ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല വിനീത് ഇങ്ങനെ ഒരു രീതിയിൽ വരുമെന്നുള്ളത്. അപ്പോഴത്തേക്കൊരു ഗ്ലാസ്സൊക്കെ വെച്ച് വരികയാണ്. അത് കാണുന്നതും വിനീത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഗംഗ, സ്റ്റൈലായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗ, എന്താ വിനീതേട്ടാ ഇതൊക്കെ, ഇതാ ഐസ്ക്രീം ഗംഗയ്ക്ക് മേടിച്ചാന്ന് പറയും. ഗംഗയ്ക്ക് ഈ പമ്പരമൊക്കെ കൊച്ചിലെ എന്ത് ഇഷ്ടമായിരുന്നു അറിയാമോ? അത് കൊച്ചിലെയുള്ള ഇഷ്ടങ്ങളൊക്കെയായിരിക്കും വിനീതേട്ടാ വലുതാവുമ്പോൾ. എനിക്കിപ്പോൾ ഇതൊന്നും അത്ര ഇഷ്ടമൊന്നും അല്ലെന്ന് പറയും. അയ്യോ, ഗംഗയ്ക്ക് ഇഷ്ടമെന്ന് ചെയ്ത് ഞാനിതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്, ഇതേ നോക്കി ഈ ഐസ്ക്രീമൊക്കെ ഗംഗയ്ക്ക് മേടിച്ചാന്ന് പറയും. അങ്ങനെ ഗംഗ ഐസ്ക്രീം എടുത്ത് കഴിക്കുന്നുണ്ട്. അതിനുശേഷം ഗംഗ നമുക്ക് ഇവിടെയൊക്കെ നടക്കാമെന്ന് പറയും. എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി വിനീതേട്ടാ, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. തിരിച്ചു പോകാനോ? അയ്യോ, അതിനല്ലല്ലോ ഗംഗ നമ്മളിങ്ങോട്ട് വന്നത്. നമ്മൾ ഒരു ദിവസം ഇവിടെ സ്ഥലങ്ങളെല്ലാം കാണാൻ വേണ്ടി വന്നില്ലേ, പെട്ടെന്ന് പോയാലും എങ്ങനെ ബേബിച്ചേട്ടനും സലീമയ്ക്കൊക്കെ വിഷമമാവത്തില്ലേ എന്ന് പറയും. അപ്പോഴും ഗംഗയുടെ വിഷമമല്ല വിനീത് നോക്കുന്നത്. ഗംഗയ്ക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവർക്ക് എന്ത് തോന്നും എന്നാണ് വിനീത് അപ്പോഴും പറയുന്നത്. അതിനുശേഷം വിനീതേട്ടൻ പൊയ്ക്കുമെന്ന് പറയും. അങ്ങനെ വിനീത് പിന്നെ അവരുടെ കൂടെ പോയങ്ങ് എൻജോയ് ചെയ്യാണ്. ആ സമയത്ത് രണ്ട് മൂന്ന് ചെറുപ്പക്കാർ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഗംഗ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. സാരിയൊക്കെ കൊടുത്തൊരു സുന്ദരിയാണല്ലോ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവന്മാർ കമൻറ്റൊക്കെ പറയുന്നുണ്ട്. ഗംഗയുടെ അടുത്ത് വന്ന്, എന്താ മോളെ ഒറ്റയ്ക്കേ ഉള്ളോ, ഞങ്ങൾ കൂടെ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവരുടെ സംസാരവും പെരുമാറ്റമൊക്കെ ഗംഗയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഗംഗ കരയുന്നുണ്ട്. ആ സമയത്ത് ഗംഗയുടെ അടുത്തൊന്നും ആരുമില്ല. അപ്പോഴത്തേക്ക് വിനീത് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഗംഗ നിന്ന് കരയുന്നുണ്ട്. കുറച്ച് പേരിങ്ങനെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ അയ്യോ മോള് കരയുവാണോ, എങ്കിൽ ഞങ്ങളൊക്കെ പോയേക്കാന്നുണ്ട്. അവരങ്ങ് തിരിച്ചു പോന്നു. അപ്പോഴത്തേക്ക് വിനീത് വന്നിട്ട് ചോദിക്കും, എന്ത് പറ്റി ഗംഗേ, വിനീതേട്ടൻ ഇതിനാണ് വിനീതേട്ടൻ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ഞാൻ കരുതിയത് വിനീതേട്ടൻ എന്നെയും കൂട്ടിക്കൊണ്ടാണ് ഒരു യാത്രയ്ക്ക് വരുന്നതെന്നാണ്. എല്ലാവരും കൂടി ഒരു യാത്രയായിരുന്നെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അയ്യോ ഗംഗേ, ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെയാണ് വരുന്നത്, അവരും കൂടി എപ്പോഴും എന്തിനും എൻ്റെ കൂടെ അവരെ കാണും, അവരെയും കൂടി കൊണ്ടുപോയെങ്കിൽ അവർക്ക് വിഷമാവത്തില്ല ഗംഗയെന്ന് പറയും. എന്തായാലും എനിക്ക് മതിയായി, എന്തായാലും നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. ആ സമയത്ത് ബേബിച്ചേട്ടൻ അങ്ങോട്ട് പറയും, നിങ്ങളെന്താ ഇവിടെ നിൽക്കുന്നത്, വാ ഒന്ന് എൻജോയ് ചെയ്യാൻ പറയും. അപ്പോൾ വിനീത് പറയും, ഗംഗയ്ക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട്, തിരിച്ചു പോകണമെന്നാണ് പറയുന്നതെന്ന് പറയും. അയ്യോ അതെന്താ മോളെ എന്ന് പറയും. അത് ബേബിച്ചേട്ടാ, ഗംഗ പറഞ്ഞത് ഒറ്റയ്ക്കൊരു യാത്രയെന്നാണ് പറഞ്ഞതെന്ന് പറയും. ആ അത് ശരിയാ, കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ആദ്യമായിട്ടൊരു യാത്ര പോകില്ലേ, നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു പോകേണ്ടത്, ഞങ്ങളത് ഓർത്തതും ഇല്ലെന്ന് പറയും. എന്തായാലും ആ കുട്ടി ഒറ്റയ്ക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് വന്നിട്ട് നീ ഞങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അതിന് വിഷമാവത്തില്ലേ എന്ന് പറയും. എങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പറയും. അപ്പോൾ ഗംഗ പറയും, വേണ്ട എനിക്ക് തിരിച്ച് പോയാൽ മതിയെന്ന് പറയും. എങ്കിൽ ശരി നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയും. അങ്ങനെ അവരെല്ലാവരും കൂടി വണ്ടിക്കകത്ത് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് പകുതി ഭാഗം എത്തുമ്പോഴത്തേക്ക് വണ്ടി സ്റ്റാർട്ട് ആവത്തില്ല. അപ്പോഴത്തേക്ക് ഗംഗയ്ക്ക് ദേഷ്യം കയറി വരും. ഇതെന്താ സ്റ്റാർട്ട് ആവത്തില്ലേ എന്ന് ചോദിക്കും. അയ്യോ വണ്ടിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയും. ഇനി നമുക്ക് തള്ളാമെന്ന് പറഞ്ഞാൽ ബേബിച്ചേട്ടനും സലീമിക്കായും വിനീതും കൂടി തള്ളുന്നുണ്ട്. തള്ളിയതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അതിനുശേഷം ഗംഗയും കൂടി വിളിക്കും. അങ്ങനെ ഗംഗയും കൂടി നിന്ന് തള്ളുകയാണ്. വണ്ടി തള്ളുന്ന സമയത്ത് ഗംഗ മനസ്സിലാലോചിക്കും, ദൈവമേ ഇങ്ങനൊരു ജീവിതമാണോ ഞാൻ ആഗ്രഹിച്ചത്, എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ലായിരുന്നു, എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഒരു കല്യാണവും കഴിച്ച് എന്നിട്ടിപ്പോൾ ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിതം എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ മനസ്സിലിങ്ങനെ ഗംഗ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ അവർ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നതിന് ശേഷം ശാരദയും നിളയൊക്കെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് മോളെ ട്രിപ്പ് എന്നൊക്കെ ചോദിക്കും. വിനീത് പറയും, ആ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അമ്മയെന്ന് പറയും. പക്ഷേ ഗംഗയുടെ മുഖത്തൊരു തെളിച്ചൊന്നും കാണുന്നത്. എന്ത് പറ്റി ഗംഗ മുഖം, അത് യാത്ര ചെയ്തേലേ അമ്മായി, അതിൻ്റെയാന്ന് പറയും. അതിനുശേഷം നിളയും യമുനയും അങ്ങോട്ട് വരും. എങ്ങനെ ഉണ്ടായിരുന്നു ഗംഗ ചേച്ചി യാത്ര, എവിടെയൊക്കെ പോയി നിങ്ങൾ, ഒത്തിരി സ്ഥലത്ത് പോയോ എന്ന് പറഞ്ഞപ്പം ഗംഗ പറയും, ആ ഒരുപാട് സ്ഥലത്ത് പോയെന്ന് പറയും. അച്ഛയ്ക്ക് എന്നാലും എന്നെയും കൂടി വിളിക്കാമായിരുന്നെന്ന് പറയും. ഉടനെ ഗംഗ പറയും, ശരിയാ നിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളായിരുന്നു പറയും. അതെന്താ ഗംഗേച്ചി അങ്ങനെ പറഞ്ഞാൽ,
പിന്നെ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ യാത്ര, ബേബി ചേട്ടനും സലീമേട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു പറയും. എങ്കിൽ പിന്നെ ഞങ്ങളെയും കൂടി കൂട്ടായിരുന്നു. അതാ പറഞ്ഞത് ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു യാത്രയായിരുന്നെന്ന്. അന്ന് യമുന പറയും, അത് ശരിയാ, കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ചല്ലേ യാത്ര പോകേണ്ടത്, അതിപ്പോൾ എല്ലാവരും കൂടി പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നതെന്ന് ചോദിക്കും. അപ്പം ഗംഗയെ വിളിക്കാനായിട്ട് വിനീത് റൂമിലോട്ട് വരുന്ന സമയത്ത് ഇത് കേൾക്കുന്നുണ്ട്. കാരണം ഒറ്റയ്ക്കായിരുന്നു കല്യാണത്തിന് ശേഷം യാത്ര പോകേണ്ടിയിരുന്നത്. പക്ഷേ വിനീത് അവിടെ ചിന്തിച്ചത് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് പോവുകയാണ്, നമുക്ക് ആരും പരിചയമില്ല, അപ്പം ഒരു കൂട്ടിന് വേണ്ടിയാണ് അവരെയും കൂടി കൊണ്ടുപോയത്. പക്ഷേ ഗംഗയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്നുള്ള കാര്യം വിനീത് ചിന്തിച്ചില്ലായിരുന്നു. അപ്പം ഗംഗയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവരും കൂടി ചേർന്നൊരു യാത്ര പോയത്. അപ്പോൾ അത് ഗംഗയിൽ നിന്ന് തന്നെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് വിനീത് പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അതിനുശേഷം വിനീത് പറയാം, ഗംഗയ്ക്ക് ഒരു സന്തോഷമാവാൻ വേണ്ടിയാണ് ഒരു യാത്ര പോയത്, പക്ഷേ ഇതിങ്ങനായി പോയല്ലോ എന്നൊക്കെ കരുതി വിനീത് അങ്ങ് തിരിച്ചു പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രഘുരാമൻ്റെ വീടാണ്. അങ്ങനെ രഘുരാമൻ ശിവരാമൻ്റെ പേരിലോട്ട് പവർ ഓഫ് അറ്റോർണി എല്ലാം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്യാനുള്ള ഒരു അധികാരം. പക്ഷേ ആ പവർ ഓഫ് അറ്റോർണി റദ്ദ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്ക് ശിവരാമൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നുണ്ട്. ശിവരാമൻ വീട്ടിലോട്ട് വന്നിട്ട് രഘുരാമൻ്റെ കൈയും കാലും ഒക്കെ പിടിച്ച് പറയും, അയ്യോ അച്ഛൻ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് പിടിക്കും. ആ സമയത്ത് നമ്മുടെ നരൻ അവിടെ കാണും. നരൻ ഇറങ്ങി വന്നിട്ട് പറയും, ഓ ചെറിയച്ഛൻ പിന്നെയും വീണ്ടും പുതിയ അടവ് കൊടുത്തുകൊണ്ട് ഇറങ്ങിയതായിരിക്കും. അയ്യോ അല്ല മോനെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാനല്ലേ ഇത്രയും നാൾ പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിൽ സ്വത്തുക്കളെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഒരു തെറ്റും ചെയ്യത്തില്ല, ഞാനില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കമ്പനിയൊക്കെ നടന്നു പോകുന്നത്, അച്ഛന് വയ്യാതിരിക്കുമല്ലോ, നീ ആണെങ്കിൽ റൂമിൽ നിന്ന് പുറത്ത് പോലും ഇറങ്ങത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നരൻ പറയും, ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റി, ഇനി ഞാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ തന്നെ തീരുമാനിച്ചു, ഇനി തൊട്ട് ഞാനാണ് കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നതെന്ന് പറയും. നീയോ, എന്താ എൻ്റെ അച്ഛൻ കൈകാര്യം ചെയ്യുന്ന സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ എനിക്ക് കഴിയുമെന്ന് പറയും. അപ്പോഴത്തേക്കും മുത്തശ്ശൻ അങ്ങ് വലിയ സന്തോഷമാവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ശിവരാമന് മനസ്സിലാവും ഇനി ഒരു അംഗവും നടക്കത്തില്ലെന്നുള്ളത്. നരേനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ നരേനെ തടയാൻ പറ്റത്തില്ല. അങ്ങനെ ജയപാലനുമായിരുന്നില്ല ഇതിനെല്ലാം കൂട്ടുനിന്നത് സ്വത്തുക്കൾ അഴിച്ചു മാറ്റാൻ. അങ്ങനെ ജയപാലനെ ശിവരാമൻ വിവരം പറയുന്നുണ്ട്, നരനാണ് ഇനി കമ്പനി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്, കുറിഞ്ഞുമലയിലുള്ള സ്വത്തിൻ്റെ കാര്യത്തിലും നരേനാണ് ഇനി ഇടപെടുന്നത്, അന്ന് അച്ഛൻ്റെ പവർ ഓഫ് അറ്റോർണിയുടെ ബലത്തിലാണ് ഞാൻ അങ്ങനെ ചെയ്തത്, ഇനി നരൻ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഒന്ന് സൂക്ഷിക്കണം എന്നൊക്കെ നേരത്തെ വിളിച്ച് ശിവരാമൻ ജയപാലിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ജയപാൽ ഒരു ടെൻഷൻ കയറും. കാരണം കാവേരി എങ്ങനെയാണ് 5 ഏക്കർ വസ്തു ജയറാമിൻ്റെ പേര് വന്നതെന്നുള്ളൊരു അന്വേഷണം നടത്തുന്നുണ്ട്. അതിൻ്റെ കൂടെ നരേനും കൂടി കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകുമെന്നുള്ള കാര്യം ജയപാലിന് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ജയപാലൻ നേരെ വരുന്നത് അരവിന്ദൻ്റെ വീട്ടിലോട്ടാണ്. അരവിന്ദൻ്റെ വീട്ടിലോട്ട് വന്നതിന് ശേഷം അരവിന്ദൻ്റെ വീട്ടിൽ വന്നിട്ട് ശാരദയും എല്ലാവരെയും കാണുന്നുണ്ട്. എന്നിട്ട് പറയും, എന്താ ജയപാലേട്ടാന്ന് ചോദിക്കും. എന്നാലും ശാരദ ഇപ്പോഴും നീ എന്നെ ഒരു ചേട്ടൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ടല്ലോ, അത് ഞാൻ നിങ്ങളെ അങ്ങനെ വിളിക്കാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അരവിന്ദേട്ടനെ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോഴും അങ്ങനെ തന്നെ കാണുന്നതെന്ന് പറയും. ഉടനെ പറയും, ശാരദ നിങ്ങൾക്ക് എന്നോട് എന്താ ഇത്ര ദേഷ്യം, ഞാൻ ഇന്ന് നിങ്ങളുടെ നന്മ മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. ഓ അത് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് പറയും. വീട് ജപ്തിയായപ്പോഴും ഞങ്ങളുടെ അച്ഛൻ മേടിച്ച വസ്തു ഇല്ലാതാക്കിയപ്പോഴൊക്കെ ജയപാലനെങ്കിൽ ഞങ്ങളോട് വലിയ സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായെന്ന് കാവേരി പറയും. കാവേരി മോളെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, നിങ്ങളീ പറയുന്ന 5 ഏക്കർ വസ്തു അരവിന്ദൻ മേടിച്ചിട്ടില്ല, അരവിന്ദന് മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അരവിന്ദൻ്റെ കയ്യിൽ അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ കാശ് കൊടുത്ത് ഇത്രയും വസ്തു മേടിച്ചതെന്ന് പറയും. നിങ്ങൾ കള്ളം പറയേണ്ട ജയപാലനങ്ങളെ, എൻ്റെ അച്ഛൻ മണലായിരത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട കാശിനാണ് അത്രയും വിലയുള്ള വസ്തു മേടിച്ചത്, അത് എനിക്കറിയാമെന്ന് പറയും. ഉടനെ പറയും, നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുകയെന്ന് ജയപാലൻ പിന്നെയും കാവേരി അടുത്ത് പറയുന്നുണ്ട്. അതിനുശേഷം പറയും, ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടക്കുറവ് വന്നത് വിനീതിനെ കൊണ്ട് ഗംഗയെ കല്യാണം കഴിപ്പിച്ചതില്ല, വിനീത് ഈ നാടുമായിട്ട് മാത്രമേ അവന് ബന്ധമുള്ളൂ, ഗംഗയെന്ന് വെച്ചാൽ പുറത്തൊക്കെ പോയി ജീവിക്കണം എന്നുള്ള ആഗ്രഹമുള്ള പെൺകുട്ടിയായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് വേണ്ടി ഞാനൊരു കല്യാണാലോചന കൊണ്ടുവന്നത്, പിന്നെ അതും നല്ല കേമമായിരുന്നു എന്ന് കാവേരി പറയും. ഒരു 2ാം കെട്ടുകാരനെ എൻ്റെ ചേച്ചിക്ക് കൊണ്ടുവന്നതാണോ നിങ്ങൾ ചെയ്ത വലിയ കാര്യമെന്ന് ചോദിക്കും. അത് നിങ്ങളുടെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നിങ്ങൾക്ക് അത്രയും സ്വർണ്ണവും പണമൊന്നും കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഒന്നും കൊടുക്കേണ്ടെന്നൊരു ആലോചന, എന്തായിരുന്നു ശിവൻ്റെ ആലോചനയുടെ കുഴപ്പമെന്നൊക്കെ ചോദിക്കും. ഉടനെ പറയും, നിങ്ങൾ കൂടുതലും സംസാരിക്കേണ്ട, എൻ്റെ അച്ഛൻ്റെ പേരിൽ നിങ്ങൾ ചതിച്ച് വാങ്ങിയ ആ 5 ഏക്കർ പുരയിടത്തിൻ്റെ സത്യാവസ്ഥ കണ്ടെത്താൻ ഈ കാവേരി ശ്രമിക്കും, ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ആ വസ്തുവിൻ്റെ ശരിക്കുള്ള ഉടമസ്ഥൻ ആരാന്നുള്ളത് ഞാൻ തെളിയിക്കുമെന്ന് കാവേരി ജയപാലിനെ വെല്ലുവിളിക്കുന്നുണ്ട്. അപ്പോൾ ജയപാലിന് മനസ്സിലാവും ഇനി ഇവിടെ ഒതുക്കിയില്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, ഇനിയും ഇവിടെ ആ വസ്തുവിൻ്റെ പേരിൽ അന്വേഷണം നടത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സത്യം എന്തായാലും ബോധ്യപ്പെടും, അതുകൊണ്ട് തന്നെ ഇവിടെ ഇല്ലാതാക്കണമെന്ന് ജയപാലൻ മനസ്സിലാലോചിക്കുന്നുണ്ട്. അതിനുശേഷം കാവേരി രാത്രിയിൽ ഇങ്ങനെ സ്കൂട്ടറിൽ ഇങ്ങനെ പോയിട്ട് എവിടെ വന്ന് കാവേരി പതുക്കെ നടന്ന് വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് ജയപാലൻ കുറച്ച് ഗുണ്ടകളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് കാവേരിയെ കൊല്ലാൻ വേണ്ടി. അങ്ങനെ അവർ വണ്ടിയിൽ വന്ന് കാവേരിയെ കൊല്ലാനായിട്ട് വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കാവേരി ഭയന്ന് ഓടുന്നുണ്ട്. അങ്ങനെ കാവേരി ഭയന്ന് ഓടുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മുടെ നരേൻ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ നരേൻ അങ്ങോട്ട് വരുന്ന സമയത്ത് നരൻ കാവേരിയെ രക്ഷിക്കുകയാണ്. അതിനുശേഷം കാവേരി
നരനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കാവേരിയും നരനും കൂടി ചേർന്നാണ് ഇനി ജയപാലിനെതിരെ പടവെട്ടാൻ തീരുമാനിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനീതിൻ്റെ വീടാണ്. വിനീതിൻ്റെ വീട്ടിൽ വിനീതിൻ്റെ സഹോദരി ഗീതയും ഭർത്താവും കുഞ്ഞുമാണ് താമസിക്കുന്നത്. അങ്ങനെ സുജാത ഗീതയോട് സംസാരിക്കുന്നുണ്ട്. നിനക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ എൻ്റെ കൂടെ താമസിക്കാം. എൻ്റെ സ്വത്തും പണവും ഒന്നും കണ്ടുകൊണ്ട് നീ ഇവിടെ താമസിക്കേണ്ട. നിനക്ക് തരാനുള്ളതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെന്ന് സുജാത പറയുന്നുണ്ട്. ആ സമയത്ത് ഗീത പറയുന്നുണ്ട്, എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയ്ക്ക് വയസ്സായി, മോനുണ്ട്, മോൻ്റെ കാര്യം നോക്കി പോയി. ഇപ്പോൾ അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞങ്ങളില്ലയോ? അതുകൊണ്ട് ഈ വസ്തുവെല്ലാം വിറ്റ് എൻ്റെ ഭർത്താവിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കത്തില്ലയോ? വയസ്സാം കാലത്ത് അമ്മയ്ക്കൊരു വെയ്യാഴിക വന്നാൽ ഈ സ്വത്തും പണവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടായോ? കൂട്ടു നിൽക്കണ്ടേ? ഇതിനൊക്കെ ഞാനല്ലേ ഉള്ളെന്ന് പറയും. എന്നെ പറയും, നീ കൂടുതലും സംസാരിക്കണ്ട, എനിക്കൊരു മക്കളുടെ സഹായം ആവശ്യമില്ല. എനിക്കൊരു വെയ്യാഴിക വന്നാലേ ഞാൻ ആരെയും വിളിക്കുന്നുമില്ല. അല്ല, എൻ്റെ സ്വത്തും പണവും കണ്ടുകൊണ്ട് ഇവിടെ ആരും നിൽക്കേണ്ടെന്ന് പറയും. ഇതൊക്കെ കേട്ടുകൊണ്ട് ഗീതയുടെ ഭർത്താവ് പുറത്ത് നിൽപ്പുണ്ട്. അയാളൊരു വാക്കത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് സുജാതയെ വെട്ടിക്കൊല്ലാൻ നോക്കുന്നുണ്ട്. ഉടനെ ഗീത തടയാണ്, ചേട്ടാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പിന്നെ ആ തലയുടെ അഹങ്കാരം കണ്ടില്ലേ, മോനോ കൈയൊഴിഞ്ഞു പോയി, ഇപ്പം നമ്മളെ ഉള്ളൂ സഹായത്തിന്, എന്നിട്ട് വസ്തുവും സ്വത്തും എല്ലാം കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ വെട്ടുകത്തിയൊക്കെ എടുത്തുകൊണ്ട് സുജാതയുടെ മുമ്പിലോട്ട് വരികയാണ്. അപ്പോഴേക്ക് സുജാത അങ്ങ് പേടിക്കുന്നുണ്ട്. അങ്ങനെ ഗീത എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് ഗീത അയാളെ തടയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് വിനീതിന് പെട്ടെന്ന് അമ്മയ്ക്ക് എന്തോ ഒരു അപകടം വന്ന കണക്ക് തോന്നൽ വരും. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവിടെ ബഹളം ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് വെട്ടുകത്തിയായിട്ട് സുജാതയുടെ മുമ്പിൽ നിൽക്കുന്ന ഗീതയുടെ ഭർത്താവിനെയാണ് കാണുന്നത്. ഉടനെ ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലേ എൻ്റെ അമ്മയുടെ മുമ്പിൽ കത്തി വീശിക്കൊണ്ട് നിൽക്കാമെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഗീത പറയും, നീ കൂടുതൽ സംസാരിക്കേണ്ടത്, നീ അല്ലേടാ സ്വന്തം അമ്മയെ ഉപേക്ഷിച്ച് തൊലിവെടുത്തൊരു പെണ്ണിൻ്റെ പുറകെ പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതയെ സംസാരിക്കുന്നുണ്ട്. എന്ന് കരുതി ഞാൻ ഇവിടുന്ന് പോയെന്ന് കരുതി ഈ സ്വത്തും പണവും അപഹരിക്കാമെന്ന് കരുതി എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതയും വിനീതുമായിട്ട് സംസാരത്തിലാവുന്നുണ്ട്. ആ സമയത്ത് പറയും, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണമെന്ന് പറയില്ല. ഉടനെ ഗീത പറയും, നീ പറയുമ്പോൾ ഇറങ്ങിപ്പോകേണ്ട കാര്യം ഞങ്ങൾക്ക് ഇത് എനിക്കൂടി അവകാശപ്പെട്ട വീടാന്ന് പറയും. എങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെയും വിളിക്കും. പെട്ടെന്ന് തന്നെ നിവിനെയും വിളിക്കുന്നുണ്ട്. ആ സമയത്ത് സുജാതയ്ക്ക് ഒരു ആശ്വാസം തോന്നുന്നുണ്ട്. വിനീതിനെ കാണുമ്പോഴത്തേക്ക് വിനീതിനെ കെട്ടിപ്പിടിച്ചങ്ങ് സുജാത കരയുന്നുണ്ട്. ആ സമയത്ത് നിവിനും പോലീസിനെയും വിളിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഗീതയും ഭർത്താവും കൊച്ചും എല്ലാം കൂടി ബാഗ് പാക്ക് ചെയ്യും, ഇറങ്ങിപ്പോയിക്കോണം ഈ വീട്ടിൽ നിന്ന്, ഇനി മേലെ ഒറ്റൊരെണ്ണത്തിന് ഈ വീട്ടിലെ കോമ്പൗണ്ടിൽ കണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് വിനീത് എല്ലാത്തിനെയും അവിടെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.